ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റി പറയാനാണ് വിചാരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ചാർട്ട് നോക്കുന്നത്. നമ്മൾ ചാർട്ട് നോക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ചാർട്ടിലേക്ക് മാറും. ചാർട്ടിലെ പാറ്റേൺസും ബാക്കി കാര്യങ്ങളിലേക്ക് മാറും. പകരം നമ്മൾ ആ ബിസിനസ് എന്താണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് നമ്മൾ വിട്ടുപോകും. സോ ചാർട്ടിൽ നിന്ന് എത്രമാത്രം നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഈ ചാർട്ടിൽ നോക്കി ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളിൽ എത്ര സ്റ്റോക്കുകളുടെ ബൈ പ്രൈസിന്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബൈ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഭൂരിഭാഗം ആൾക്കാർക്കും അവരുടെ ബൈ പ്രൈസ് പോലും അറിയാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഫുള്ളി ചാർട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാർട്ടിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനിയെ പറ്റി ചോദിച്ചാലും നമുക്ക് അതിന്റെ ചാർട്ടിനെ പറ്റിയിട്ടായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. നമ്മളിപ്പോൾ അവരെങ്ങനെയുണ്ട് ആ കമ്പനി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുഴപ്പമില്ല, കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്, ഇനിയിപ്പോൾ അത് ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്, ഇനിയിപ്പോൾ കയറി പോകാൻ സാധ്യതയുണ്ട്, ആ രീതിയിലായിരിക്കും നമ്മുടെ മനസ്സിലും ഈ കമ്പനിയെ പറ്റിയിട്ടുള്ള ഒരു ധാരണ കിടക്കുക. പക്ഷെ പകരം നമ്മൾ ഈ ചാർട്ടിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി തുടങ്ങിയാൽ ഒരാൾ വന്ന് നമ്മളോട്